ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷായുടെ തന്ത്രങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ഒരു വൻ രാഷ്ട്രീയ ഭൂകമ്പത്തിന് തിരികൊളുത്തുമോ എന്ന ചർച്ചകൾക്ക് വീണ്ടും ചൂടുപിടിക്കുന്നു. നിലവിൽ നിയമസഭയിൽ കേവലം 3 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ഉള്ളതെങ്കിലും കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ അമിത്ഷാ എന്ന തന്ത്രജ്ഞൻ ഉടച്ചുവാർക്കുമെന്ന പ്രതീക്ഷയിലാണ് അണികൾ. മിഷൻ 71 എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ BJPക്ക് ഇനിയും വലിയ ദൂരമുണ്ടെങ്കിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും തരിശുനിലങ്ങളിലും താമര വിരിയിച്ച ഷായുടെ ആസൂത്രണ മികവ് കേരളത്തിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് BJP കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. ദേശീയ തലത്തിലെ ഭരണ സ്വാധീനവും വികസന അജണ്ടകളും മുൻനിർത്തി കേരളത്തിൽ ഒരു ഹിന്ദു ക്രൈസ്തവ വോട്ട് ഏകീകരണം ലക്ഷ്യമിട്ടുള്ള അമിത്ഷായുടെ നീക്കങ്ങൾ വരും കാലത്ത് BJPയെ ഭരണത്തിന്റെ പടിവാതിൽക്കൽ എത്തിക്കാനുള്ള വഴിയൊരുക്കിയേക്കാം. കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ തമ്മിൽ തല്ലും ഗ്രൂപ്പ് വൈരവുമാണ് BJPക്ക് ഏറ്റവും വലിയ വളമിടുന്നത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ സ്വാധീനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് BJPയുടെ തന്ത്രങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയാത്തതും വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കിയാലും അണികൾക്കിടയിലെ ഈ ഭിന്നത വരും കാലത്ത് BJPക്ക് അനുകൂലമായ വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകും. പ്രതിപക്ഷ നിരയിലെ ഈ ബലഹീനത മുതലെടുത്ത് കേരളത്തിൽ ഒരു മൂന്നാം ബദലായി സ്വയം പ്രതിഷ്ഠിക്കാനാണ് BJP ശ്രമിക്കുന്നത്. കോൺഗ്രസ് സ്വയം തകരുന്ന കാഴ്ച പല സംസ്ഥാനങ്ങളിലും BJPയുടെ വിജയത്തിന് വഴിയൊരുക്കിയ ചരിത്രം കേരളത്തിലും ആവർത്തിക്കപ്പെടുമോ എന്നാണ് ചരിത്ര രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ചരിത്രപരമായ മാറ്റങ്ങൾ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിക്കാറുള്ളത്. മുൻപും മറ്റു സംസ്ഥാനങ്ങളിൽ BJP പയറ്റിയ പരീക്ഷണങ്ങൾ കേരളത്തിലും സമാനമായ സാഹചര്യം സൃഷ്ടിച്ചേക്കാം. 3 സീറ്റുകളിൽ നിന്ന് ഭരണം പിടിക്കുക എന്നത് ഇന്ന് അസാധ്യമെന്ന് തോന്നാമെങ്കിലും ജനമനസ്സുകളിൽ ഉണ്ടാകുന്ന മാറ്റവും BJPയുടെ ചിട്ടയായ പ്രവർത്തനവും ഇതിന് അടിത്തറയിടുന്നു. കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹങ്ങൾ മൂർച്ഛിക്കുന്നതോടെ നിഷ്പക്ഷ വോട്ടർമാർ BJPയിലേക്ക് ആകർഷകരാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അമിത്ഷായുടെ രാഷ്ട്രീയ ബലവും മോദി സർക്കാരിന്റെ പ്രതിച്ഛായയും ഒന്നിക്കുമ്പോൾ കേരളത്തിൽ കാവിക്കൊടി പാറുന്നത് വെറും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കില്ലെന്നും അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നുവെന്നുമാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്.